പത്തനംതിട്ട കരിമാൻതോട് തൂമ്പാക്കുളം അപകടത്തിൽ മരിച്ച കുട്ടികളുടെ സംസ്കാരം ഇന്ന് നടക്കും. കരിമാൻതോട് ശ്രീനാരായണ സ്കൂളിൽ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പൊതുദർശനമുണ്ടാകും. തൂമ്പാക്കുളത്തെ വീടുകളിൽ മൃതദേഹം സംസ്കരിക്കാനാണ് തീരുമാനം. LKG വിദ്യാർത്ഥിയായ യദുകൃഷ്ണ, 3ാം ക്ലാസ് വിദ്യാർത്ഥി ആദിലക്ഷ്മി എന്നിവരാണ് മരിച്ചത്. ശ്രീരാജ് ബാബു വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശ്രീരാജ്, അതീവ സങ്കടകരമായ സാഹചര്യമാണ്. സംസ്കാരമൊക്കെ സംബന്ധിച്ച പൊതുദർശനമൊക്കെ സംബന്ധിച്ച വിവരങ്ങൾ ഏത് രീതിയിലാണ്? ക്രമീകരണങ്ങൾ ഏത് നിലയിലാണ്? സംഗീത, കരിമാൻതോട് ശ്രീനാരായണ സ്കൂളിലാണ് പൊതുദർശനം ഉണ്ടാവുക. 2 മണി മുതൽ പൊതുദർശനം ആരംഭിക്കും. ശേഷം അവിടെ നിന്നും ഇരുവരുടെയും വീടുകളിലേക്ക്, 2 കുട്ടികളുടെയും വീടുകളിലേക്ക് വിലാപയാത്രയായി മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ശേഷം 2:30-ക്ക് ശേഷമാണ് ഇരുവരുടെയും സംസ്കാരം വീട്ടുവളപ്പിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ രാവിലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നും അതുപോലെ തന്നെ യദുകൃഷ്ണയുടെ മൃതദേഹം പത്തനംതിട്ടയിൽ നിന്നുമാണ് കൊണ്ടുപോയത്. ശേഷം 2 മണിയോടെ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാകും. നിരവധി ആളുകളാണ് നാട്ടുകാരായി, ജനപ്രതിനിധികളായി വീട്ടിലേക്കും അതുപോലെ തന്നെ ഈ പൊതുദർശനം നടക്കുന്ന സ്കൂളുകളിലേക്കുമെല്ലാം എത്തിയത്. അതീവ ദുഃഖകരമായ കാഴ്ച തന്നെയായിരുന്നു ഈ സ്കൂളിലും വീടുകളിലുമെല്ലാം ഉള്ളത്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം ഉണ്ടായത്. അപകടത്തിൽ ഇന്നലെ തന്നെ 2 കുട്ടികളുടെയും മരണം സ്ഥിരീകരിച്ചിരുന്നു. ആദ്യം ആദിലക്ഷ്മി, 8 വയസ്സുകാരിയായ ആദിലക്ഷ്മിയുടെ മരണമായിരുന്നു സ്ഥിരീകരിച്ചിരുന്നത്. പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ആദിലക്ഷ്മിയെ എത്തിച്ചത്. പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അതിനിടയിലാണ് ഇത്തരത്തിൽ യദുകൃഷ്ണയെയും കാണാനില്ല, അല്ലെങ്കിൽ വീട്ടിലും എത്തിയിട്ടില്ല, ആശുപത്രികളിൽ പരിക്കേറ്റവരുടെ കൂട്ടത്തിലുമില്ല എന്ന് തിരിച്ചറിയുന്നത്. പിന്നീട് ഈ തെരച്ചിൽ അവസാനിപ്പിച്ചു പോയ ഫയർഫോഴ്സ് സംഘം വീണ്ടും മടങ്ങിയെത്തിയാണ് തെരച്ചിൽ പുനരാരംഭിക്കുന്നതും. രാത്രിയോടെ ഏകദേശം 1 മണിക്കൂറോളം നീണ്ട 2ാമത്തെ തെരച്ചിലിനൊടുവിൽ യദുകൃഷ്ണയുടെ മൃതദേഹം കണ്ടെടുക്കുന്നതും. കോന്നി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇന്ന് രാവിലെ മൃതദേഹം സ്കൂളിലേക്ക് കൊണ്ടുപോയത്. ശേഷം 2:30 വീട്ടുവളപ്പിൽ ഇന്ന് സംസ്കാരം ഉണ്ടാവുക. അതിനിടയിൽ പോലീസ് ഈ ഓട്ടോ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരുന്നു. തൂമ്പാക്കുളം സ്വദേശിയായ രാജേഷിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. FIR-ലെ പരാമർശമടക്കമുള്ളത് അമിത വേഗത്തിലായിരുന്നു എന്നാണ് FIR-ലടക്കം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ ഈ ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുട്ടിയുടെ അമ്മ പറയുന്നത്, ഈ കുട്ടികൾ പാമ്പ് എന്ന് ഉറക്കെ നിലവിളിക്കുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഓട്ടോ വെട്ടിച്ചതും ഈ വലിയ ഒരു അപകടം ഉണ്ടാകുന്നതും. എന്തായാലും 2 കുട്ടികൾക്ക് അപകടത്തിൽ മരണം സംഭവിച്ചു. 2 പേരുടെയും സംസ്കാരം ഇന്ന് 2:30 ഇരുവരുടെയും വീട്ടുവളപ്പിൽ നടക്കും. സംഗീത. ശരി ശ്രീരാജ്, ഏറെ സങ്കടകരമായ കാര്യമാണ്. എന്താണെങ്കിലും ഉച്ചകഴിഞ്ഞാണ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്.